Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറുപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുമുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനേക്കാൾ മുമ്പ് ഈ സിലബസ് ബേസിൽ നടന്നിട്ടുള്ള എക്സാമിൽ വന്ന ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ പലതരത്തിലുള്ള ബാച്ചസ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 1, നിങ്ങൾ നിർബന്ധമായും ജോയിൻ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് ബാച്ച് ആണ്. കാരണം 25-ാം തീയതി ആ ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ട്രാക്കിലോട്ട് വരണമെങ്കിൽ 90 മിനിറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് അതിലോട്ട് വരണം. സോ നമ്മൾ മോക്ക് ടെസ്റ്റ് ബാച്ച് നമ്മുടെ ആപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 10 മുതൽ 15 വരെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിലൂടെ. സോ ഇതാണ് ആദ്യത്തെ ബാച്ച്. പിന്നെ രണ്ടാമത് MCQs വിത്ത് മോക്ക് ടെസ്റ്റ്, 10 മൊഡ്യൂളിൻ്റെ MCQs, അതിൻ്റെ ലൈവ് സെഷൻ റെക്കോർഡ് മോക്ക് ടെസ്റ്റ് അതുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതുണ്ട്. പിന്നെ ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ മോക്ക് ടെസ്റ്റ് അങ്ങനെയും ഒരെണ്ണമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്താൽ മതി, പേരും മെയിലേഡിയും. ഞാൻ നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നേരിട്ടിട്ട് പർച്ചേസ് ചെയ്യാനും സാധിക്കും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമേഴ്സ് ബേസിൽ വരാൻ പോകുന്ന ഗസറ്റ് പോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ്, ഇതിൻ്റെയൊക്കെ അഡ്മിഷൻ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനേക്കാൾ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യം. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്, സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ റിക്വയർസ് റിവാലുവേഷൻ ഓഫ് പാർട്ണർഷിപ്പ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. 2 അസംപ്ഷൻസ്. Insolvency affect the financial position of a partnership firm. Number 2, the insolvent partner's capital account will always have a credit balance. Which of these assumptions are implicit in the statement? Only assumption 1 is implicit, only assumption 2 is implicit, both are implicit, then neither 1 or 2 is implicit. ഇതാണ് ഓപ്ഷൻസ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുക എന്താ സ്റ്റേറ്റ്മെന്റ്? ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ റിക്വയർസ് റിവാലുവേഷൻ ഓഫ് പാർട്ണർഷിപ്പ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഒരു സ്ഥാപനത്തിൽ പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആയി പാപ്പരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിലെ അസറ്റ്സിനെയും ലൈബിലിറ്റിയെയും നമ്മൾ റിവാലുവേഷൻ അവിടെ വേണം എന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും. കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ റിവാലുവേഷൻ വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റിവാലുവേഷൻ വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇൻസോൾവൻസി എഫക്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. കറക്റ്റാണ്. ഇൻസോൾവൻസി ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും. ഇപ്പോൾ റേഷ്യോയിലുള്ള വ്യത്യാസങ്ങൾ, ക്യാപിറ്റൽ റേഷ്യോയിലൊക്കെ വ്യത്യാസം വരും അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്ങിൽ ചേഞ്ച് വരും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. Number 2, the insolvent partner's capital account will always have a credit balance. അത് തെറ്റല്ലേ? ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ആൾക്ക് പാപ്പരാണ്, ഡെബിറ്റ് ബാലൻസ് ആണ് വരിക, ക്രെഡിറ്റ് ബാലൻസ് അല്ല. ഇപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ആദ്യത്തെ മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എന്താ ആൻസർ വരാ? ഓൺലി അസംപ്ഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ A ആണ് വരിക കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2, മാച്ച് ദ ഫോളോയിങ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. സോ കോളം A, കോളം B, ഗോയിങ് കൺസേൺ, മണി മെഷർമെന്റ്, എൻറ്റിറ്റി, അക്രൂവൽ. ഇതാണ് പറഞ്ഞിട്ടുള്ള. അപ്പുറത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഗോയിങ് കൺസേൺ ആണ്. ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ ഈ എന്താണ്? ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ദ ഫോർസീബിൾ ഫ്യൂച്ചർ. അതല്ലേ വരാ ഗോയിങ് കൺസേൺ അല്ലേ? കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഫോർസീബിൾ ഫ്യൂച്ചർ. അപ്പോൾ 1B എന്ന് പറയുന്നത് 1 ആണ് വരിക.
ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ 2 മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് എന്ന് പറയുമ്പോൾ എന്താ അതിൽ ഓൺലി ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മണി ആർ റെക്കോർഡഡ്, അതല്ലേ രണ്ടല്ലേ ഇവരവിടെ. ദെൻ എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ് നെക്സ്റ്റ്. ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്, അതല്ലേ അവരാ. നമ്പർ 3 accrual concept. Revenue and expenses are recorded when they are incurred, not when cash is paid, അതല്ലേ വരാം. 4 അപ്പോൾ ഇതാ ബി സി എ ഡി, ഓപ്ഷൻ ഡി ആണ് വരിക. ബി സി എ ഡി അല്ലേ, കറക്റ്റ് അല്ലേ? ബി സി എ ഡി, ഓപ്ഷൻ ഡി കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. Again statement based ചെയ്തിട്ടുള്ളൊരു ചോദ്യം. Depreciation is charged on fixed assets every year. Assumptions. Fixed assets lose value with time. Depreciation ensures fair reporting of asset value. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഓപ്ഷൻസിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ആദ്യം ഓൺലി അസംഷൻ 1, ഓൺലി അസംഷൻ 2, ബോത്ത് അസംഷൻസ് ആർ കറക്റ്റ്, നൈദർ ഈസ് കറക്റ്റ്. നോക്കാം നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിപ്രീസിയേഷൻ ഈസ് ചാർജ് ഓൺ ഫിക്സഡ് അസറ്റ് എവരി ഇയർ. ഫിക്സഡ് അസറ്റിൽ ഡിപ്രീസിയേഷൻ നമ്മൾ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നു. അസംഷൻ ഫിക്സഡ് അസറ്റ്സ് ലോസ് വാല്യൂ വിത്ത് ടൈം, കറക്റ്റ് അല്ലേ? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ വെയർ ആൻഡ് ടയർ, യൂസ്, അബ്യൂസ്, അതിലൂടെ അതിൻ്റെ വാല്യൂ കുറയും. അതുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ്സിന് എല്ലാ വർഷവും ചാർജ് ചെയ്യണം, കറക്റ്റാണ്. നമ്പർ 2 ഡിപ്രീസിയേഷൻ എൻഷുവേഴ്സ് ഫെയർ റിപ്പോർട്ടിംഗ് ഓഫ് അസറ്റ്സ് വാല്യൂ, അതും കറക്റ്റ് അല്ലേ? ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ റിപ്പോർട്ടിംഗ് അസറ്റ്സിൻ്റെ വാല്യൂ നടത്തിയിരിക്കണം, എന്നാൽ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഈസി, രണ്ടും കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് വരാം. ബോത്ത് അസംഷൻസ് ആർ കറക്റ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ പോവുക. നമ്മുടെ ആപ്പ് കാണാൻ സാധിക്കും. അതിൽ മോക്ക് ടെസ്റ്റിൻ്റെ മാത്രമായിട്ടുള്ള ബാച്ച് ഉണ്ട്. അതിൽ പോയി കണ്ടൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ മോക്ക് ടെസ്റ്റും കാണാം. ഇപ്പോൾ 5 എണ്ണം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഫുൾ ഡീറ്റെയിൽസ് ഒരു എക്സാമിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം, ഓരോ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 3-4 ചോദ്യങ്ങളിലൂടെ ആൻസർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വരുന്നതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ ഒരു 4 ചോദ്യങ്ങൾ ആൻസർ ചെയ്തു. അതിന് ശേഷം നമ്മളതിൻ്റെ റിപ്പോർട്ടിലോട്ട് പോവുകയാണെങ്കിൽ സ്കോർ കാണാം, എത്ര അറ്റൻഡ് ചെയ്തു എന്ന് കാണാം, സമ്മറി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും, ഗ്രാഫ് അടക്കം. ദെൻ അതിൻ്റെ സൊല്യൂഷൻ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റോങ് ആൻസർ ആണെങ്കിൽ അത് അതിൻ്റെ സൊല്യൂഷൻ നോക്കിയാൽ കാണാൻ സാധിക്കും. കണ്ടോ, ആദ്യത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. റോങ് ആൻസർ ആണെങ്കിൽ ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്ത് കണ്ടോ, അതിൻ്റെ റിപ്പോർട്ട് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ്, ഒറ്റ മോക്ക് ടെസ്റ്റ് മാത്രം മതിയെങ്കിൽ 100 rupees അതും അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ 10 മൊഡ്യൂളിൻ്റെ MCQs വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഓരോ മൊഡ്യൂളിൻ്റെയും PDF MCQ, അതിൻ്റെ MCQ ഡിസ്കഷൻ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് മോക്ക് ടെസ്റ്റുള്ള ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. 4ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. Accrual basis is better than cash basis for large businesses. Assumptions. Accrual basis records income and expenses when they occur. Large businesses do not have cash transactions. Only one matches, only two matches, both matches, neither matches. നോക്കാം. Accrual basis is better than cash basis for large businesses. ലാർജ് ബിസിനസ്സിന് ഈ പറയുന്ന ക്യാഷിനേക്കാളും ബെറ്റർ എന്താണ്? അക്രൂവൽ ആണെന്നുള്ളതാണ്. എന്താണ് ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ? അവിടെ ക്യാഷ് വരുമ്പോഴും പോകുമ്പോഴും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അക്രൂവൽ എന്ന് പറയുമ്പോൾ എന്താ? എപ്പോഴാണ് ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് അത് അപ്പം റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ്, അല്ലേ? സോ ഫസ്റ്റ് വൺ, അക്രൂവൽ ബേസിസ് റെക്കോർഡ്സ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് വെൻ ദേ ഒക്കർ. കറക്റ്റ് അല്ലേ? അക്രൂവൽ ബേസിസിൽ ഇൻകം ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും എപ്പോഴാണ് അത് ഒക്കേഡ് ആവുക, അപ്പോൾ അത് റെക്കോർഡ് ചെയ്യും. ദെൻ ലാർജ് ബിസിനസ്സസ് ഡു നോട്ട് ഹാവ് ക്യാഷ് ട്രാൻസാക്ഷൻ. അത് തെറ്റല്ലേ? അത് ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആദ്യത്തെ മാത്രമാണ് കറക്റ്റായിട്ട് വരാം. ഓൺലി വൺ മാച്ചസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. In computerized accounting, the database where all accounting data is stored is called ledger, journal, data file, report file. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഡാറ്റാബേസ്,
ദ ഡാറ്റാബേസ് വേർ ഓൾ അക്കൗണ്ടിങ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് എന്താ പറയുക, ഡാറ്റ ഫയൽ എന്നല്ല പറയാം. ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു അക്കൗണ്ട്സിനെ. അതാണ് ജേണൽ എന്ന് പറയുമ്പോൾ ഡേ ബുക്കാണ്, അതല്ല റിപ്പോർട്ട് ഫയലും അല്ല. അപ്പോൾ ഡാറ്റ ഫയലാണ് വരാം, എല്ലാതും റെക്കോർഡ് ചെയ്യാം അല്ല. ഡാറ്റാബേസിൻ്റെ ഓൾ അക്കൗണ്ടിങ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഡാറ്റ ഫയൽ. ഈസി ക്വസ്റ്റ്യൻ. നമ്പർ 6 direct question. Which schedule of the Companies Act specifies the format for preparing company balance sheet? ഇത് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഈസി ക്വസ്റ്റ്യൻ. കമ്പനിയുടെ ഏത് ഷെഡ്യൂളാണെന്നുള്ളതാണ്. ഷെഡ്യൂൾ 3 അല്ല വരാം. 1 ഉണ്ട്, 3, 4, 5. ഏത് ആൻസർ വരാം? ഷെഡ്യൂൾ 3 ആണ്. മറക്കരുതിട്ട്, വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 7 commission paid to consignee for sales above a certain price is called ordinary commission, overriding commission, declaratory commission, brokerage. എന്താണ് വരാ? ഓവർറൈഡിങ് കമ്മീഷനാണ്. മറ്റുള്ള ഓപ്ഷൻസിലോട്ട് കിടക്കുകയാണെങ്കിൽ ഓർഡിനറി എന്ന് പറയുമ്പോൾ സാധാരണ കമ്മീഷൻ, ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, ഓവർറൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ പ്രൈസിനേക്കാൾ കൂടുതൽ പ്രൈസിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്മീഷനെയാണ് ഓവർറൈഡിങ് കമ്മീഷൻ എന്ന് പറയാം. ഡെൽക്രെഡറി ഉണ്ട്, അതെന്താണ്? റിസ്ക് ഏറ്റെടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽക്രെഡറി. പിന്നെ ബ്രോക്കറേജ്. അപ്പോൾ കമ്മീഷൻ പേ ടു കൺസൈനി ഫോർ സെയിൽ എബവ് എ സർട്ടൺ പ്രൈസ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഓവർ റൈഡിങ് കമ്മീഷൻ. ആക്ച്വൽ പ്രൈസിനേക്കാൾ കൂടുതൽ പ്രൈസിന് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കമ്മീഷൻ. നമ്പർ ബി ആണ് ആൻസർ. നമ്പർ 8 ഓൺ ഡിസൊല്യൂഷൻ ദ ലോൺ ഫ്രം എ പാർട്ട്ണർ ഈസ് credited to realization, debited to realization, paid before outsiders liabilities, paid after outsiders liability. എന്താണ് വരാ? നമുക്കറിയാം ഡിസൊല്യൂഷൻ്റെ സമയത്ത് അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ട്. ഔട്ട്സൈഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രം പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളത് സെറ്റ് ഓഫ് ചെയ്ത് അല്ല, കൊടുക്കാനുള്ളത് കൊടുത്ത് അവസാനിപ്പിക്കുക. അതാണ് അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിസൊല്യൂഷനിൽ. അപ്പോൾ ഡിസൊല്യൂഷൻ സമയത്ത് ലോൺ ഫ്രം എ പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താ? ഔട്ട്സൈഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രം കൊടുക്കുക. പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റീസ്, അതല്ല വരാ? ഓക്കെ, ആ പ്രയോറിറ്റി ഉണ്ട്, മറക്കരുത്. ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 8. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസി S1, S3, S5, 10. സോൾ പ്രൊപ്രൈറ്ററുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ ട്രേഡിങ് പിയാനിൽ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ കൂടെ ക്യാഷ് ഫ്ലോ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത്. S3 ആണ് വരാം, ഈസി അല്ലേ? S3. സോ ഒരു ചോദ്യം കൂടിയും അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ വരുന്നുണ്ട്, നമുക്ക് അതും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ദി പ്രിൻസിപ്പിൾ ദാറ്റ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഈസ് കോൾഡ് മാച്ചിങ് പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. എന്താണ് വരാ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ പ്രിൻസിപ്പിൾ ദാറ്റ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ്, റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നു വെൻ ഇറ്റ് ഈസ് ഏൺഡ്, ഏൺ ചെയ്യുമ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു, റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. അതെന്താ? റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ ആണ് അല്ലേ? എന്താണ്? ഏൺ ചെയ്യുമ്പോൾ റവന്യൂനെ റെക്കഗ്നൈസ് ചെയ്യണം, ക്യാഷ് റിഗാർഡ്ലെസ് ഓഫ് ക്യാഷ് റിസീവ്ഡ്. അതാണ് എന്ത്? റവന്യൂ റെക്കഗ്നീഷൻ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഇതിനേക്കാൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഈ സിലബസ് ബേസിൽ വന്നിട്ടുള്ള 10 ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ 10 എണ്ണത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഡിറക്റ്റ് ചോദ്യങ്ങൾ, അതിൻ്റെ ഒരു മിക്സ്ചറാണ് വരുന്നത്. അപ്പോൾ ഞാനിനി കൂടുതൽ വീഡിയോസ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനലിലുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാം. ദെൻ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ഇല്ലാത്തതാണ്. സോ അത് നമ്മുടെ ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.